ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ ബാലൻസ് ആണിത്, ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു മ്യൂസിയം പോലെ അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ തൊണ്ട്, ചകിരി, ചിരട്ട അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് വെച്ച്, പിന്നെ കയർ വെച്ചിട്ട്, പിന്നെ മുളയുടെ ഈറ വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ അതായത് നമ്മൾ ഓർണമെൻറ്റ്സ് പോലുള്ളത്, വള, മാല, പിന്നെ അങ്ങനെ കമ്മൽ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ചിരട്ടയിൽ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, പിന്നെ നമ്മുടെ ഈറയില്ലേ, അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ അവർ എന്തെല്ലാം ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാര്യം ഇത് വന്ന് കണ്ടിട്ട് ഓരോരുത്തരും അതുപോലെ ചെയ്യാനും അതിലേക്ക് വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ ഓരോ തരം സ്പ്രിങ്ക്ലറുകൾ നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള അങ്ങനെ ഓരോന്നിൻ്റെ എല്ലാം ഡെമോ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതവർ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഏത് ടൈപ്പ് സ്പ്രിങ്ക്ലറാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞാൽ അവരത് സെറ്റ് ചെയ്ത് തരും. പിന്നെ അതുപോലെ ഓരോ പൈപ്പുകൾ, പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം കൃഷിയെ സംബന്ധിച്ചുള്ളതാണ് കേട്ടോ. പിന്നെ പലതരം കൂണുകൾ, കുമ്മിളില്ലേ നമ്മളെ കൂണ്, അത് പലതരം കൂണുകൾ, പിന്നെ ഓരോ തരം മണ്ണ്, പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്തത് പോലുള്ള പല ഐറ്റംസും അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നെല്ല്, ഏതെല്ലാം തരം നെല്ലുകൾ ഉണ്ടത്. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് നെല്ലെന്നൊന്നും എനിക്ക് തിരിച്ചറിയത്തില്ല. കാര്യം നമുക്കറിയാൻ പറ്റില്ല. അതിൻ്റെ തന്നെ ഓരോരോ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്തൊക്കെയോ ഒരുപാട്, അത് കണ്ടു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി നമുക്ക് കാണിച്ചു കൊടുക്കാനും, സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ ഇതിനെ കൊണ്ടുപോകില്ലേ, അപ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും ഒക്കെ അറിയാനും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അവിടെ. അതുകഴിഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് തിരിച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടുത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുന്ന് നേരെ കോട്ടൂരേക്കാണ് വന്നത്. കോട്ടൂർ ഒന്ന് ആനക്കൊട്ടിൽ ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ക്ലോസ് ആയിട്ടുണ്ട്, പോകാൻ പറ്റില്ല, എന്തോ പണി അങ്ങനെ എന്തോ നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോഴത്തേക്കാണ്, വരുന്ന വഴിക്കാണ് ഒരു മാനിൻ്റെ ഇത് ഡിയർ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി അതിനെയൊക്കെ കണ്ടു. അതിങ്ങനെ ഫുള്ള് ഓപ്പൺ ആക്കി ഇട്ടേക്കാണ് കേട്ടോ. റോഡിൻ്റെ സൈഡിൽ നിന്ന് മാത്രം ഗ്രില്ല് ചെയ്തിട്ടുണ്ട്, ബാക്കി അങ്ങോട്ടേക്ക് ഒരു കാട്ടിൽ ജീവിക്കുന്നതിന് അതേപോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഉണ്ട് കേട്ടോ. കഴിഞ്ഞു. അവിടെ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു. അവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ കാണാനായിട്ട് ഒക്കെ. പിന്നെ നമ്മളവിടെ നിന്നപ്പോഴേക്കും ഇടയ്ക്ക് മുള്ളം പന്നിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഒരു കാടിനകത്തൂടെ നടക്കുന്നൊരു ഫീല് തന്നെയാണ് കേട്ടോ ആ സൈഡ്, രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. കുറച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്കുണ്ട് ഒരു ആനയും ഒരു കുഞ്ഞ് കുട്ടിയും കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്താണ് ഒരു ചെറിയൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു മുതലയാണ് കിടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കാണാനായിട്ട് വലുതായിട്ടൊന്നുമില്ല. പിന്നെ നേരെ ഡാമിലേക്ക് പോകുന്ന റൂട്ടാണിത്. നമ്മൾ നേരെ ഡാമിലേക്ക് പോകുന്ന റൂട്ടാണ് കാണുന്നത്. ഇപ്പോൾ നെയ്യാർ ഡാമിൽ വന്നേ, നെയ്യാർ ഡാമിൻ്റെ പരിസരമാണ് ഈ കാണുന്നത്. അപ്പോൾ ആനക്കൊട്ടിൽ പോകാൻ പറ്റിയില്ല, ആനക്കൊട്ടിൽ അടച്ചിട്ടിരിക്കുന്ന കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പണി നടക്കുന്നതല്ലേ പറഞ്ഞേ, പണി നടക്കുന്നു. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവരെ എല്ലാവരും അങ്ങ് എത്തി. ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ, ഡാമിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഒരു രക്ഷയില്ല സ്ഥലമാണ് കേട്ടോ. മാക്സിമം എല്ലാവരും ഒന്ന് വരാൻ നോക്കണേ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ദേരിക്കുന്നു. ഡാം
സ്ഥലമാണ് അല്ലേ, ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടേക്ക് വരുമ്പോഴേക്കും കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും വളരെ കെയർ ചെയ്യണം കേട്ടോ. കാര്യം ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നല്ല ഹൈറ്റിലല്ല പാലം കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണം പാലത്തിന് കൈവരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയ ഹൈറ്റിലല്ല കൊടുത്തിരിക്കുന്നത്. അപ്പം കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുവരുമ്പോഴേ വളരെ സൂക്ഷിക്കണം. ഇത് രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ കാണുന്ന രണ്ട് ഭാഗം ആഴമില്ല. പക്ഷേ ഈ മധ്യത്തേക്ക് ഒരു ചെറിയ കനാൽ പോലെ കൊടുത്തിട്ടുണ്ട്. ചെറുതല്ല, നല്ല ആഴത്തിലുള്ള കനാലാണ് കൊടുത്തിരിക്കുന്നത്. വെള്ളം പോകുന്നത് കാണുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് മുകളിലേക്ക് ഒത്തിരിയും സ്റ്റെപ്പുണ്ട് കേട്ടോ. ഒത്തിരി സ്റ്റെപ്പുണ്ട് മുകളിലേക്ക് കയറി പോകാനായിട്ട്. കയറി പോകുന്നത് നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് എത്താനായിട്ടാണ് കേട്ടോ. തളർന്നു അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ്, ഈ ക്ലാസ്, ഇതെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം കഴിയുകയാണെങ്കിൽ ഇവിടേക്ക് മക്കളെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. ഇത് നമ്മൾ അവിടെ വെച്ചെടുത്ത ഫോട്ടോയാണ് കേട്ടോ. കുറച്ച് പേരെ നിന്ന്